എന്താ? നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണെന്ന് എനിക്കറിയാം. ഏത് മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം എന്താണ് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം? ശുദ്ധീകരണ സ്ഥലം. അതാണ് ജനറലി അതാണ്. പക്ഷെ ഇവിടെ അധികം അങ്ങനെ വരണില്ല. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അറിയാം, സ്വർഗത്തെക്കുറിച്ച് അറിയണ്ട. ഇതാണ് നമ്മൾക്കുള്ള ഒരു എനിവേ. അപ്പം ഇതെല്ലാം സംശയം തീർക്കാൻ പോവുകയാണ്. എല്ലാത്തിൻ്റെയും സംശയം ഇപ്പോൾ തീരും. അപ്പം അതാണ് നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഘടകം. ഓക്കെ, 988 കാറ്റഗിസത്തിൽ 988. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ലേ ഈ നമ്പറൊക്കെ എനിക്ക് ബൈ ഹാർട്ടാണെന്ന്. ഏതുപോലെ ലൂക്ക 12:12 എന്നൊക്കെ പറയണ പോലെ സാവധാനം. കാരണം ഇത് 15 വർഷമായിട്ട് ഈ കാറ്റഗിസം ഉപയോഗിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒരു മാസത്തെ എല്ലാം കാറ്റഗിസം സെമിനാറൊക്കെ അങ്ങനെയാണ് ഇതെനിക്ക് ഇങ്ങനെ ബൈഹാർട്ടാവുകയും ഇത് അത് വായിക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങ് എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും അല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് നമുക്കുള്ള ഒരു പ്രയാസം. അതുകൊണ്ട് ഈ കാറ്റഗിസത്തിനെ നിങ്ങൾ വളരെ നന്നായിട്ട് എടുക്കണം. 988 പറയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് എന്താ? ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ എല്ലാ ദിവസവും പറയുന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ 8 കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കാനുണ്ട്. 8 കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുത്തോ. 8 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, എന്താണ് ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അടുത്ത് ഇല്ല, അഡറേഷൻ 8 മണിക്കുള്ള അഡറേഷൻ കേട്ടോ. 8:30 വരെ നമുക്ക് ടൈം ഇന്ന്. 8 മണിക്ക് അഡറേഷൻ. അതെങ്ങനെയെങ്കിലും ഓക്കെ ഓക്കെ. വാച്ച് താഴെയാണ്. 8 കാര്യങ്ങൾ. എന്തെല്ലാമാണ് 8 കാര്യങ്ങൾ? ഒന്ന്, ശരീരത്തിൻ്റെ ഉയർപ്പ്. 2, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3, തനത് വിധി എന്താണ്? 4, തനത് വിധി. 4, സ്വർഗം. 5, ശുദ്ധീകരണ സ്ഥലം. 6, നരകം. വിട്ടുപോയോ? 7, അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി. 8, പുതിയ ആകാശം പുതിയ ഭൂമി. ഇത്രയും 8 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്തെല്ലാമാണ്? ഒന്ന് കൂടി പറയാം. 1, ശരീരത്തിൻ്റെ ഉയർപ്പ്. 2, മരണം, തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, പുതിയ ആകാശം പുതിയ ഭൂമി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ അതിനെ ഒരു രൂപരേഖ, അതിൻ്റെ ഒരു പ്രധാന പോയിന്റുകൾ ഇവിടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും. ഒരുവിധം നിങ്ങൾക്ക് സംശയമെല്ലാം മാറും. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എപ്പോഴും ഞാനിത് ടോക്ക് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു കൊച്ചു പുസ്തകം കൊണ്ടുപോകരുത്, ശുദ്ധീകരണ സ്ഥലത്തിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയേക്കെന്ന് പറഞ്ഞിട്ട്. ദയവ് ചെയ്ത് ആരും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരണ്ട. ഞാനത് വായിക്കാറില്ല. ഞാൻ ഒരേ ഒരു സാധനം വായിക്കാറുള്ളൂ, സഭയുടെ ഔദ്യോഗിക പ്രബോധനം. അപ്പോൾ നമ്മൾ അങ്ങനെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ വളരുന്ന ഒരു പ്രാക്ടീസായി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വിശ്വാസം പണിതുയർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? പലതരത്തിലുള്ള പ്രബോധനങ്ങളുണ്ട്. ഏത് നമ്മൾ കേൾക്കണം? ഏത് കേൾക്കണം പറയും. നമ്മൾ അതുകൊണ്ട് ഒരുപാട് പ്രബോധനങ്ങളിൽ പോകാതെ ഒരേ ഒരു പ്രബോധനത്തിൽ നിൽക്കുക. എന്താണത്? സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം. ദൈവത്തിന് നന്ദി, അത് ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടാവുന്ന രൂപത്തിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കണം. ഇത് എന്തോരം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. 2ാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം കർദിനാൾമാർ പോപ്പ് സഹിതം ഇരുന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വളരെയധികം ശ്രമിച്ച് വളരെയധികം കമ്പൈൽ ചെയ്ത് പ്രാർത്ഥിച്ച് ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം ശരിയാവും.
ക്രൈസ്തവ വിശ്വാസ പ്രമാണം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അതായത് വിശ്വാസ പ്രഖ്യാപനം നമ്മൾ എന്നും പറയുന്നതാണത്. മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവനത്തിലുള്ള പ്രഖ്യാപനത്തിലും മകുടമണിയുന്നു. അതായത് വിശ്വാസ പ്രമാണം ഇപ്പോൾ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. സൃഷ്ടാവ് കർത്താവ് ഈശോ മിശിഹ മനുഷ്യാവതാരം ചെയ്തു, മരിച്ചു, ഉയർത്തു, യാതൊരു സംശയമില്ല. കാരണം ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യം. വിശ്വാസം എന്നാൽ എന്താണ്? കാണാത്ത സംഭവങ്ങൾ. അപ്പോൾ ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്തത് എന്താ ഉള്ളത്? നമ്മുടെ തന്നെ ഉയർപ്പ്. നമ്മുടെ തന്നെ ഉയർപ്പ്. ഇനി പിന്നെ എന്താണുള്ളത്? അന്ത്യദിനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർപ്പ്. പിന്നെ എന്താ ഉള്ളത്? അന്ത്യദിനത്തിൽ രണ്ടാം വരവ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ആ യഥാർത്ഥ ബോധ്യത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ക്ലിയറാവുന്നത്. എനിക്ക് അതിൽ നല്ല വിശ്വാസമാണ്. കർത്താവ് രണ്ടാമത് വരുമെന്നും ഞങ്ങൾ മുഖാമുഖം കാണുമെന്നും ഒക്കെ എനിക്ക് നല്ല വിശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ വലത്ത് ഭാഗത്ത് നിൽക്കും, എന്നെ കർത്താവ് കിരീടമണിയിക്കും, ഇതൊക്കെ എനിക്ക് നല്ല വിശ്വാസമാണ്. അതിൻ്റെ കാരണം സഹിതം ഞാനിവിടെ സമർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടെ ഉണ്ടാകും എന്നും എനിക്ക് നല്ല വിശ്വാസം. അത് ഞാൻ തെളിയിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫ്രീഡത്തിൽ മുന്നേറുക. അയ്യോ, ഞാനവിടെ ചെല്ലുമാവോ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര നാൾ കിടക്കുമാവോ, എന്നെ പുഴു തിന്നുമാവോ, ഇതൊന്നും വിഷമിക്കണ്ട. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഇന്നും കിട്ടിയ ടീച്ചിങ്ങിൽ ഏറ്റവും ശക്തമായ പ്രമേയം എന്തായിരുന്നു? ഉയർപ്പായിരുന്നു. ഇന്നലെ നമ്മൾ ആരാധനയിലെല്ലാം ആ വെള്ളം വീഞ്ഞാവുന്ന കാര്യമാണ് ഹോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉള്ളതെങ്കിലും അതെങ്ങനെയാണ് പരിപൂർണമായി സംഭവിക്കുന്നത്? ശരീരത്തിൻ്റെ ഉയർപ്പിലൂടെയാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം ഇന്ന് ഇവിടെ കൗതാശികമായിട്ട് ലഭിക്കുന്നതിലൂടെയാണ്. അതാണ് ലാസറിൻ്റെ ഉയർപ്പിൽ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കി. അന്ന് മർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് മർത്ത പറയുന്നുണ്ടെങ്കിൽ, മർത്താക്ക് ആ വിശ്വാസം കിട്ടാൻ കാരണമുണ്ടായത് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൽ അത് അടങ്ങിയിരുന്നു. ആ ബോധ്യത്തിലാണ് ഇന്നും നമ്മൾ പറയുന്നത്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആഴമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ആ വിശ്വാസം മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അബ്രാഹത്തിന് ദൈവം അത് ദാനമായിട്ട് കൊടുത്തത് കൊണ്ടാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ നമ്മൾക്ക് ആ വിശ്വാസത്തിൻ്റെ അവകാശികളായതുകൊണ്ടാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ദ കണ്ടന്റ്? ഞാൻ പറഞ്ഞില്ലേ, പെട്ടി തുറക്കണം. അത് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോരോ ചെറിയ ചെറിയ വേറെ സമ്മാനപ്പെട്ടികളുണ്ടാകും. അത് തുറക്കുമ്പോൾ അത് ഓരോന്നിൻ്റെയും ഉള്ളടക്കം നമ്മൾ പഠിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ആയതുകൊണ്ട് ചില പ്രൊസീജിയറും പെഡഗോഗിയൊക്കെ ഉണ്ടല്ലേ, അത് തന്നെ ഇതിന് അപ്ലൈ ചെയ്യണം. നമ്മൾ ശരിക്കും പഠിക്കുക തന്നെ വേണം. പഠിക്കുക തന്നെ വേണം. അതാണ് ഈശോ പറയുന്നത്, കം ടു മീ ആൻഡ് ലേൺ ഫ്രം മീ. കം ടു മീ ആൻഡ് ലേൺ ഫ്രം മീ. ഒരുപാട് സമയത്ത് ഈശോ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റുപറ്റുന്നത്? നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടല്ലേ. കരുണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി പഠിക്കുവിൻ. അപ്പോൾ ഈ കരുണയുടെ വർഷം നമ്മൾ അവസാനിക്കാൻ പോകാണെന്ന് ഉള്ള വാക്ക് പറയരുത്. കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പോൾ ചില സിമ്പിൾ കാര്യങ്ങളാണ്, 3 മണിക്ക് കരുണ കൊടുത്തല്ലോ കേട്ടോ എന്ന് പറയണ അർജൻസി കേട്ട് കഴിഞ്ഞാൽ 3 മണി കഴിഞ്ഞാൽ കരുണ കഴിഞ്ഞു എന്നുള്ള മാതിരിയാണ്. ക്വസ്റ്റ്യനിക്ക് കൊടുത്തിട്ടുള്ള ഇതാണ് 3 മണിക്ക് കരുണ കൊടുത്തല്ലോ, ശരിയായിരിക്കും. പക്ഷേ ഓരോരുത്തരുടെയും ആ വിശ്വാസത്തിൻ്റെ ആഴവും ഉയരവും അനുസരിച്ച് നമ്മൾ വളരണം. കരുണ 3 മണിക്ക് മാത്രമാണോ? കരുണ 3 മണിക്ക് മാത്രമാണോ? കരുണയുടെ വർഷം മാത്രമാണോ?
അപ്പോൾ നമ്മൾ അതിനെല്ലാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാകുമ്പോഴാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ഉള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മകുടം എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ അതിപ്പോൾ മാറ്റാൻ പോവുകയാണ് നമ്മൾ. 997 എന്താണ് ഉയർപ്പ്? ശരീരത്തിൻ്റെ ഉയർപ്പ് മരണത്തിൽ, അതായത് നമ്മൾ മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാട്. അതൊരിക്കലും ഒരു ദുഃഖകരമായ അവസ്ഥയല്ല. വാസ്തവത്തിൽ അതൊരു സാഡ് ന്യൂസ് അല്ല. ഇതൊക്കെയാണ് നമ്മൾക്കുള്ള അന്ധവിശ്വാസങ്ങൾ. ഇറ്റ് ഈസ്, നമ്മൾ സാധാരണ ഒരു മരണ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സമയത്ത് എൻ്റെ പിതാവ് എൻ്റെ മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസന സമേതം അറിയും. എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? ഈ ജനിച്ച ആൾ മരിക്കോ ഇല്ലയോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാംഗ്വേജ് മാറ്റാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ മാറ്റും. പക്ഷേ ശ്രദ്ധിക്കണം, മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ശ്രദ്ധിക്കണേ, എല്ലാവരും റെഡിയാണ്? കൈ ഒന്ന് വീശി കാണിച്ചേ, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയേ. റെഡി? ഓക്കെ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി, ശരീരവും ആത്മാവും വേർപെട്ടു, അതാണ് മരണം. ആ മരണം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ മരണാവസരത്തിൽ ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു, ദൈവത്തിലേക്ക് എത്തുന്നു. അതേസമയം ആ ആത്മാവ് മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ശരീരങ്ങളെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ജീർണിച്ച ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത്, ഇപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോയ ആ ആത്മാവിനോടുകൂടി അന്ത്യദിനത്തിൽ കൂട്ടിച്ചേരും. പെട്ടെന്ന് വരുന്നു, എൻ്റെ ദൈവം എല്ലാവരും ഉയർത്തു കഴിഞ്ഞാൽ എവിടെ നിൽക്കും? ഇതൊക്കെ എനിക്കുണ്ടായ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അത് ആത്മീയ ശരീരങ്ങളായിരിക്കും. സ്പേസ് വേണ്ട അതിന്, ആത്മീയ ശരീരങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് മനസ്സിലാക്കി, ശരീരം ജീർണിക്കുന്നുവെങ്കിലും ശരീരത്തിൻ്റെ ദൈവിക പ്രകൃതി നഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നവർക്ക് ഈ ശരീരം എങ്ങനെയാണാവോ അതേ ആത്മാവിനെ കണ്ടുപിടിക്കണേ? വേറെ വല്ല ആത്മാവോ പോയി ഡോക്ക് ചെയ്യോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഈ ദൈവിക പ്രകൃതി, അതേ ദൈവിക പ്രകൃതിയാണ് ആ ആത്മാവിനുള്ളത്. ഇത് രണ്ടും അതിൻ്റെ സിങ്കർനൈസിങ് ലിങ്കായിട്ട് മാറും. മനസ്സിലായിട്ടുണ്ടോ? ഒന്ന്, ഈ ശരീരത്തിൻ്റെ ഉത്ഥാനം എങ്ങനെ സംഭവിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെയും. ഒന്നുകൂടി വായിക്കാം. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ ദൈവം തൻ്റെ സർവാതീത ശക്തിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സർവാതീത ശക്തിയുടെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈ മരിച്ച് ജീർണിച്ച ഈ മർത്യ ശരീരത്തിനെ അമർത്യ ശരീരമാക്കി ഉയർപ്പിക്കുന്നുള്ളൂ. അപ്പം അത് വിശ്വസിക്കുമ്പോഴാണ് ഈ അവസ്ഥ ഇന്ന് വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് വിശ്വസിക്കുമ്പോഴാണ് ഇവിടെ ഓരോ ടെസ്റ്റ് പണികൾ വരും. എൻ്റെ അകത്ത് എന്തോ കടന്നു പോകണമായിരിക്കും. ഇതൊക്കെ ശരിക്കും സംഭവിക്കും. നമ്മളിൽ ശരിക്കും രൂപാന്തരീകരണം ഉണ്ടാകുന്നത് ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് നമ്മൾ വിശുദ്ധ കുർബാന, ഈ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന
ശരീരത്തിൻ്റെ ഉയർപ്പിനും നിത്യജീവനുമായിട്ടാണ് നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ശരീരത്തിൻ്റെ ഉയർപ്പിനും നിത്യജീവനുമായിട്ടാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉയർപ്പും അന്ത്യവിധിയിൽ കിട്ടാനിരിക്കുന്ന അതേ കർത്താവ് തന്നെയാണ് ഇവിടെ ഈ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത്. ആൽഫായും ഒമേഗയും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം. Christ has died, Christ is risen, Christ will come again. And who is this here now? ആ വരാനിരിക്കുന്നവൻ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അന്ന് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാനിരിക്കുന്നവൻ ഇവിടെ വന്നിരിക്കുന്നു. അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് അന്ത്യദിനത്തിനുള്ള പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക. അതിന് സംശയങ്ങളുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ, ജ്ഞാനം നൽകണേ. അപ്പോൾ അത് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത് മനസ്സിലാകേണ്ടത് ആ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന പുനരുത്ഥാനം നൽകാനിരിക്കുന്ന കർത്താവ് ഇതാ ഇപ്പോൾ തന്നെ നിന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് എന്ത് വേണം? അതാണ് 1002 ഖണ്ഡികയിൽ പറയുന്നത്. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ക്ഷമിക്കണം, സാവധാനം. മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കാളിത്തമാണ്. നമ്മളിന്ന് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് യേശു ഉയർത്തുന്നതിന് മുമ്പ് കിട്ടിയതാണോ ഉയർത്തതിന് ശേഷം കിട്ടിയതാണോ? അതാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഈശോ അപ്പോസ്തലന്മാരുടെ അടുത്ത് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അത് രണ്ടാമത് ഒരു ബിഗിനിങ് ആണ്, എ ന്യൂ ബ്രീത്ത്. എൻ്റെ ദൈവമേ, എവിടെ ചെന്ന് അവസാനിക്കും? ഓക്കെ, അപ്പോൾ ഇതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് സംശയമുണ്ടാകാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഈ ശരീരം? എങ്ങനെ മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടോ? എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇച്ചിരി മീൻ കൊണ്ടുവന്നേ ഞാനൊന്ന് തിന്ന് കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ ഈശോ പറയണില്ലേ? ഈശോ ഉയർത്ത ആ ശരീരം, ആ മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തത്. എൻ്റെ കയ്യിലെ മുറിവുകൾ കാണുന്നില്ലേ? എന്നാൽ ആ ശരീരം ട്രാൻസ്ഫോം ആയിട്ട് അതിലെ ഒരുപാട് വ്യത്യസ്തമായ ഫിനോമിനകൾ അതിൽ വന്നു. ഒന്ന്, അതിന് മതിലിൻ്റെ അകത്തു കൂടി പോകാം, അതിന് തോട്ടക്കാരനാകാം, അതിന് അപ്പമാകാം, ഏത് സ്ഥലത്തും എവിടെയും മാറി പോകാം. അങ്ങനെ ആ ശരീരം അതിനിങ്ങനെ. അതുപോലെ അവിടുന്ന് പക്ഷേ പിന്നീട് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതായത് ഇപ്പോൾ ലാസർ ഉയർത്തു, ജൈറസിൻ്റെ മകൾ ഉയർത്തു. ആ ഉയർപ്പും ഈ ഉയർപ്പുമായിട്ട് വ്യത്യാസമുണ്ട്. അവർ ഉയർത്തുമെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇവിടെ സാധാരണ ജീവിതത്തിൽ വന്നു, പിന്നീട് അവർ മരിച്ചു. ഈശോ ഉയർത്തു കഴിഞ്ഞിട്ട് ഈശോ പിന്നീട് മരിക്കുന്നില്ല. അപ്പോൾ അത് വലിയ വ്യത്യാസമാണ്. ഈ രണ്ട് ഉയർപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രയോഗമാണ്, വിഷമിക്കണ്ട. പൗലോസ് ഇങ്ങനെ പറയുമ്പോഴേ വിഡ്ഢിയായ മനുഷ്യ എന്ന് പറയാറുണ്ട്. നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറും ഒരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർക്കപ്പെടുന്നു. മരിച്ചവർ അനശ്വരമായി ഉയർപ്പിക്കപ്പെടും. അപ്പോൾ മരിച്ചവരെല്ലാവരുടെയും ഈ നശ്വരമായി ജീർണിച്ച ശരീരം അനശ്വരമായി ഉയർപ്പിക്കപ്പെടും. സന്തോഷമായോ? അതാണ്. പക്ഷെ ഇത്തിരി അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളതിന് വലിയ ചിന്തകൾ വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം പറയുന്നുണ്ട്. എങ്ങനെ എന്ന് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ്. അത് വിശ്വാസത്തിന് മാത്രം അഭികാമ്യമാണ്. എന്നാലും കേട്ടോ, കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം നമ്മുടെ ശരീരങ്ങൾ
ക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഓക്കെ, എന്നായിരിക്കും സംഭവിക്കുക? തീർച്ചയായും അവസാന ദിവസം, ലോകാവസാനത്തിൽ യഥാർത്ഥത്തിൽ മൃതരുടെ ഉത്ഥാനം ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനവുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ ഉയർത്തിട്ടില്ല, യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല, ആത്മാവിൽ തന്നെ പോയത്. പാതാളത്തിൽ പോയത് എങ്ങനെയാണ്? ആത്മാവിലൂടെ പോയത്. അതൊന്നുകൂടി വായിക്കണം. ദൈവം തൻ്റെ ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. നമ്മുടെ ആത്മാവ് ഇപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അപ്പോൾ ദൈവസന്നിധിയിലെത്തിയ ആ ആത്മാവ് അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. അതും ഒരു മണവാളൻ മണവാട്ടി പോലെയാണ്. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം? ഈ പോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു, ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ഉള്ള ശരീരം അന്ത്യദിനത്തിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ജീർണിക്കുകയും എന്നാൽ ദൈവത്തിൻ്റെ സർവാതീത ശക്തി കൊണ്ട് ഈ മൃതമായ മർത്യ ശരീരം ഉത്ഥാനം ചെയ്ത് അമർത്യ ശരീരമാകുമെന്നും കർത്താവിനെ പോലെ തന്നെ ഞങ്ങളാകുമെന്നും വിശ്വസിക്കുന്ന കർത്താവ്. അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ശരീരം മണ്ണോട് മണ്ണാകുമെങ്കിലും അത് അന്ത്യദിനത്തിൽ ഉയർത്ത് ആത്മീയ ശരീരമായി അമർത്യ ശരീരമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വിശ്വസിക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ഉയർക്കുക? ഉയർക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരിക്കണം. അതാണ് മരണം. ഉയർക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരിക്കണം. വാസ്തവത്തിൽ ഈശോയുടെ മരണത്തിൻ്റെ ആവശ്യം ഉയർക്കാൻ വേണ്ടിയായിരുന്നു. ഈശോ മരിക്കേണ്ടതിൻ്റെ ഒരു പ്രധാന ആവശ്യം എന്താണായിരുന്നു? ഉയർക്കാൻ വേണ്ടിയായിരുന്നു. അവരെന്നെ കൊല്ലും, എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വിശ്വാസത്തിലേക്ക്. ഇനി ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടാൻ പോകാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോട് കൂടി മരിക്കണം. 1005 കന്യ എന്താണ് മരണം എന്നുള്ളതിന്. അപ്പോൾ ഇനി ഈ മരണത്തെക്കുറിച്ച് അവിടെ കുറേ ഭാഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം 1020 പറയുന്നത്, തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള, എനിക്ക് താല്പര്യമില്ല അല്ലേ, ചിന്തിക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മതിയാ. കൊച്ചു പിള്ളേർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുമായിരിക്കും. എന്നാലും ഒരിക്കൽ ഒരു ഇതേമാതിരി ധ്യാനത്തിൽ കൊച്ചു വന്നിട്ട് പറയാണ്, എനിക്കിപ്പം മനസ്സിലായി, മരണം എന്ന് പറഞ്ഞാൽ യേശുവിലേക്കുള്ള ആഗമനമാണ്. നമ്മളീ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ലാത്ത. തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. പെട്ടെന്ന് വേറൊരു കാര്യം, ഞാനത് നിങ്ങളാരോടും, ഈ നമ്മുടെ മലങ്കര ആരാധനാക്രമം അനുസരിച്ച് ഈ മരിച്ചവരുടെ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ ഉള്ളൊരു പുസ്തകമില്ലേ, അതുണ്ട് ഇവിടെ ആരെങ്കിലും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ വാക്കുകൾ? എങ്കിലും നന്നായിട്ട് പാടിയാൽ കുഴപ്പമില്ല. പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ പോൽ. അറിയോ അത്? അറിയില്ല. ആർക്കെങ്കിലും അറിയോ അത്? അതായത് ഈ ആർക്കെങ്കിലും അറിയോ? അപ്പോൾ ആ പുസ്തകം നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ ചെയ്തപ്പോൾ ഒരാൾ എന്നെ പഠിപ്പിച്ചതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് അപ്പോൾ അദ്ദേഹം മലങ്കര ഈ പാട്ടുകളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കാനഡയിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വർത്തമാനം പറഞ്ഞ് രാത്രി മുഴുവനും അങ്ങ് ഇരുന്ന് പോയി. ഈ മലങ്കര കുർബാനയുടെയും ഈ ആരാധനയുടെ എല്ലാം ആ ഒരു ബ്യൂട്ടിയെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു.
അന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇത് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടാവും, എന്നാലും എൻ്റെ ആശയം മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. പാഴൂഴിയിൽ ഉയരും ശോഷന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ സെമിസ്റ്റേരിയിൽ വെച്ച് പിടിപ്പിക്കാറുള്ള ഒരു പൂക്കളാണ്. അതിങ്ങനെ വെളുത്തിരിക്കും. അപ്പോൾ അതിൽ പാടുന്നത് ഇതാണ്: പാഴൂഴിയിലുയരും ശോഷന്ന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തും ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത. പിന്നെയുണ്ട്, അത്രേ അറിയാൻ പാടുള്ളൂ. അപ്പം ഇത്രയും എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് റൂക്കുദിശ നെയ്ത, കൈപ്പണിയില്ലാത്ത ഒരു വസ്ത്രം ആദാം മക്കൾക്ക് എല്ലാവർക്കും ചാർത്തപ്പെടും. എന്താണത്? ശരീരത്തിൻ്റെ ഉയർപ്പാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ് ആത്മീയ ശരീരം ആയിട്ട് മാറും. അതൊന്ന് നാളെ ആ പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പറയുന്നുള്ളൂ. നമ്മുടെ എല്ലാ ഈ ആരാധനാക്രമത്തിലെല്ലാം ഈ ശവസംസ്കാര ശുശ്രൂഷകളിൽ ഉള്ള പ്രാർത്ഥനകളും പാട്ടുകളും ഇതിൻ്റെ വളരെ ഉന്നതമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നതും പഠിപ്പിക്കുന്നതും. അത് നമ്മൾ ഇടയ്ക്കൊന്ന് വായിക്കണം, നല്ലതാണ്. ഇനി അപ്പോൾ മരണം എന്നത് നിത്യജീവനിലേക്കുള്ള പ്രവേശനവും യേശുവിലേക്കുള്ള ആഗമനവുമാണ്. മരണത്തോടടുക്കുന്ന വ്യക്തിയോട് സഭ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും വാക്കുകൾ അവസാനമായി പറയുമ്പോൾ ശക്തി പ്രദാനം ചെയ്യുന്ന അഭിഷേകം കൊണ്ട് അവസാനമായി അവനെ മുദ്രവെക്കുമ്പോൾ യാത്രയ്ക്കുള്ള ഭക്ഷണമായി ക്രിസ്തുവിനെ തിരിപ്പാതയത്തിൽ നൽകുമ്പോൾ മധുരമായ ഉറപ്പോടെ ഇങ്ങനെ പറയുന്നു. ഇനി ആ മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിപ്പോൾ വേണ്ട, നമുക്ക് ഏതായാലും പിന്നെ കേൾക്കാനുള്ളതാണ്. അത് ഇത്രയുള്ള കാര്യം. നീ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തോടും മാലാഖമാരോടും എല്ലാവരും നിന്നെ വന്ന് കണ്ടുമുട്ടുമാറാകട്ടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സമയമില്ലാത്തതിന്. ഇനി എന്താണ് തനത് വിധി? അപ്പോൾ മരണത്തെക്കുറിച്ച് വല്ല സംശയമുണ്ടോ? എന്താ? അത് വരട്ടെ, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം. അപ്പം മരണത്തെക്കുറിച്ച് അത് അടുത്ത സബ്ജക്റ്റ് തനത് വിധിയാണ് പറയാൻ പോണത്. ഓക്കെ, ഓ ജീവനും ആത്മാവും ഒന്നാണെന്ന് ചോദിച്ചാൽ ജീവൻ അത് അത് അതായത് ജീവൻ നൽകുന്നത് ആത്മാവാണ്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ശരീരത്തിൻ്റെ, അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആ പ്രൈം മൂവിങ് പവർ, അത് ആത്മാവിലൂടെ ഉണ്ടാകുന്നത്. ആത്മാവിന് ജീവൻ നൽകുന്നത് ദൈവമാണ്. ഫെയ്ത്താണ്, ഫെയ്ത്ത്, വിശ്വാസം. അതുകൊണ്ടാണ് ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. അതോടുകൂടി ആത്മാവ് ഡെഡായി. ആത്മാവ് എന്നാൽ ആത്മാവുണ്ട്, ആത്മാവിലുള്ള ദൈവിക ജീവൻ ഇല്ലാണ്ടായി. അങ്ങനെ വെള്ളത്തിൽ പോയത്, തീയിലിട്ടത്, ഇതൊരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് അബ്രാഹം മകൻ്റെ ശരീരം എന്ത് ചെയ്യാനാണ് പോയത്? അവിടെ ദഹിപ്പിക്കാനാണ് പോയത്. അപ്പോൾ ആ നമ്മൾ അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവത്തിന് ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തിന് ഈ ശരീരത്തിൻ്റെ ആ വിതച്ച സാധനം അല്ല അവിടെ പുറത്ത് വരുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ഓക്കെ, അതായത് വളരെ സിമ്പിൾ. ഈ ഉയർപ്പിക്കുന്ന ആൾ ആരാ? ഈശോ. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആൾ ഈശോ. ആ ഈശോ ആൽഫായും ഒമേഗായുമാണോ? അല്ലേ? അപ്പോൾ ആ ഈശോ സംബന്ധിച്ച് ഹീസ് ബിയോണ്ട് ദ ടൈം ആൻഡ് സ്പേസ്. ഹീസ് ഒമിനിപൊട്ടൻറ്റ്, ഹീസ് ഒമിനീഷ്യൻ, ഹീസ് ഒമിനിസെൻറ്റ്. ആൽഫായും ഒമേഗായും എന്ന് പറയും. ആ ഈശോ തന്നെയാണ് ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു മരിച്ചു, ഉയർത്തു, വീണ്ടും വരും. എന്നാൽ ഇത് മൂന്നും ഒരാളാണ്. മരിച്ചു, അതാണ് ജോൺ പോൾ രണ്ടാമൻ്റെ യൂക്രിസ്റ്റിയ എക്ലീസിയ അതിൽ പറയുന്നത്,
ഹീ ഈസ് ദ സെയിം ഓഫ് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇന്നലെ ഉണ്ടായിരുന്നവനും ഇന്ന് ഉണ്ടായിരിക്കുന്നവനും നാളെ ആയിരിക്കുന്നവനെയും ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, ഇനി തനത് വിധി. ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലാവും ആരൊക്കെ സ്വർഗത്തിൽ പോകും എന്നുള്ള കാര്യം. ഓരോ മനുഷ്യരുടെയും ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയമെന്ന നിലയിൽ മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത് മരണമാണ്. അപ്പോൾ മരണം ഈ ചോയ്സിൻ്റെ അന്ത്യമാണ്. നിങ്ങൾക്ക് മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് മാറാം. എങ്ങനെ മാറാം? ഒരു മാരകമായ പാപത്തിലായിരിക്കുന്ന വ്യക്തിക്ക് മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് മാനസാന്തരപ്പെടാം. ഇനി വൈസ് വേഴ്സ ആകാം. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന്, കൃപയെ സ്വീകരിക്കുന്നതിന് സാധ്യമായ നിമിഷത്തിൻ്റെ അവസാനമാണ് മരണം. മരണം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ മരിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതെല്ലാം. അതായത് എന്ത് കാരണവശാലും അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള ഭാഗ്യം കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തുന്ന രീതിയിൽ എല്ലാം നമ്മൾ ചെയ്യും. ഇനി അതേ സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഒരു തനത് വിധി സംഭവിക്കുന്നു. ഇതുപോലെ കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞു. അതുപോലെ തന്നെ ലാസറിൻ്റെ കാര്യത്തിലെല്ലാം ദരിദ്രനായ ലാസറിൻ്റെ ഉപമയിലും കുരിശിൽ കിടന്ന് നല്ല കള്ളനോടും പറഞ്ഞ വാക്കുകൾ പുതിയ നിയമത്തിലെ മറ്റ് പല ഭാഗങ്ങളും ആത്മാവിൻ്റെ ഭാഗധേയത്തെപ്പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായി നൽകാവുന്ന തനത് വിധി. കുരിശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ തന്നെ അവനെ സംബന്ധിച്ചുള്ള പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള ആ തനത് വിധി മരിക്കുന്ന ആ സമയത്തിന് നടക്കും. എന്തായിരിക്കാം വിധി? ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗ സൗഭാഗ്യത്തിലുള്ള പ്രവേശനം. മനസ്സിലായോ? നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാം. ചിലർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകില്ല. അവർക്ക് ദൈവമകനായതിൻ്റെ പേരിൽ അവരുടെ ശുദ്ധീകരണം ഇവിടെ പൂർത്തിയാകുന്നില്ലെങ്കിൽ മരണാനന്തരം പൂർത്തിയാകാനുള്ള ഒരു പ്രിവിലേജ് അവർക്കുണ്ട്. മനസ്സിലാകണം? എൻ്റെ ലാംഗ്വേജ് മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ഇന്നേവരെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കേട്ടേക്കണമെന്നുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. ഞാൻ പറയണത് എന്താ? പ്രിവിലേജ്. ഞാനൊരു ദൈവമകനായതിൻ്റെ പേരിൽ കർത്താവ് ഈശോ മിശിഹ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിരിക്കുന്നതിൻ്റെ സർവ്വയോഗ്യതകളും എനിക്ക് കിട്ടണം. ഒന്നില്ലെങ്കിൽ ഇവിടെ എൻ്റെ മരണത്തിന് മുൻപായിട്ടോ അല്ലെങ്കിൽ അത് മുഴുവനും മരണത്തിന് മുമ്പ് നടന്നിട്ടില്ലെങ്കിൽ മരണശേഷവും ആ വിശുദ്ധീകരണം എനിക്ക് ലഭിക്കാനുള്ള പ്രിവിലേജുണ്ട്. ഈ എക്സ്പ്രഷൻ സ്വീകാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ? സ്വീകാര്യമാണോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ അതാണ് ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ ഉള്ള സ്വർഗ സൗഭാഗ്യം ആ മരിക്കുന്ന സമയത്ത് തീരുമാനിക്കപ്പെടുന്നു. അല്ലെങ്കിലോ ഇനി അല്ലാത്ത അവസ്ഥയിൽ നേരിട്ടുള്ള ശാശ്വതമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനം. ഒരു വ്യക്തി ഇത്രയും കരുണാർദ്രമായ ആ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് മാരകമായ പാപത്തിൽ ജീവിച്ചുകൊണ്ട് മനസ്തപിക്കാതെ മരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തി എവിടെ പോവും? നരകത്തിൽ പോവും. പിന്നെ ആ വ്യക്തിയെ മാറ്റാൻ പറ്റില്ല. എന്നാൽ അന്ത്യദിനത്തിൽ ആ വ്യക്തിയും ഉയർത്തെഴുന്നേൽക്കും. എന്തിനാണ്? അയാളുടെ ശരീരവും കൂടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നരകത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ
കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. അതായത് അങ്ങനെയുള്ള വ്യക്തികൾ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഓർമ്മ പോലും ഭൂമിയിൽ നിന്ന് മാറ്റും. എന്തിനു വേണ്ടിയാ? ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവിടെ പിശാചുണ്ടാവില്ല. അങ്ങനെ ചോദിക്കും, അവർക്ക് വേണ്ടി കുർബാനയില്ല എന്ന് വെച്ചാൽ ആരാണ് അങ്ങനെ പോകണമെന്ന് ആർക്കറിയാം? ഇപ്പോൾ ഒരു വ്യക്തി, അതാണ് ഞാൻ പല പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്, നമ്മളെല്ലാം ഒരു നെഗറ്റീവ് സൈഡിലൂടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീണ്ടും വരവിൽ ഈ കന്യാകുമാരി പോകും പറഞ്ഞു. അത് കേട്ട് ഞാനപ്പോൾ ജ്ഞാനവതിയായ കന്യാകുമാരുടെ കാര്യങ്ങൾ പറഞ്ഞു. അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ വിളക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന് ആലോചിച്ചോ, അപ്പോൾ ആ മറ്റേ കന്യാകുമാർക്ക് എന്തു ചെയ്യും? നമുക്ക് അവരെ കുറിച്ചാണ് പ്രയാസം. കാരണം മറ്റുള്ളവർ പോയല്ലോ. നമ്മൾ മനസ്സിലാക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മൾ ആരാണ്? നമ്മൾ എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. പുഴു തിന്നാതെയും തീയിലിടാതെയും ഞങ്ങളെ കാത്തുകൊള്ളണേ. എൻ്റെ ശരീരം സ്വീകരിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ അവനിൽ ഞാൻ വസിക്കുകയും അവൻ എന്നിൽ വസിക്കുകയും വിധിയിൽ വീഴാതവനെ ഞാൻ. കണ്ടോ, ഇതെന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? അപ്പം അതാണ് നമ്മൾ കുർബാനയ്ക്കൊക്കെ പോകുന്ന ചടങ്ങുമായി. അത് കഴിഞ്ഞു, അയ്യോ അമ്മ മരിച്ചു, ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ കിടന്ന് കറങ്ങാണെന്ന്, അതുകൊണ്ട് കുറേ ഇത്ര പരിഹാരങ്ങൾ ചെയ്യണം, ഇത്ര ഓഫീസ് ചെല്ലണം, ഇത്ര കുർബാന ചെല്ലണം, നിങ്ങൾ ഇന്നിനമാതിരി അല്ല ചെല്ലണം. കർത്താവ് ശ്രമിച്ച ഈ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള മാതിരി അങ്ങ് ചിന്തിക്കാം. ഇത് ക്ഷമിക്കണം, ഒരു കന്യാസ്ത്രീ ഇതിങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ കന്യാസ്ത്രീ എങ്ങനെയുണ്ടായേ? ഈ അമ്മയിൽ നിന്ന്. അപ്പോൾ ഈ അമ്മ മഹാ പൊട്ടയായിരുന്നോ? അയ്യോ, അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, അമ്മ എന്തോരം വിശുദ്ധിയായിരുന്നു, അതുകൊണ്ടല്ലേ എനിക്ക് ഈ വിളിയൊക്കെ കിട്ടിയത്. അപ്പം നമ്മൾ ഈ കുർബാനയിൽ, അപ്പോൾ സീറോ മലബാറാണ്, ഞാൻ ചോദിച്ചു ഈ കുർബാനയുടെ അവസാനത്തെ ആ പ്രാർത്ഥന ഒന്ന് പാടിയേ.